നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA കുറിച്ചിട്ട് നമുക്ക് ഈ അവസരത്തിൽ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. NTA ധാരാളം കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിലും നീറ്റ് എക്സാമിനേഷന്റെ കാര്യത്തിൽ NTA പക്ക ഫ്ലോപ്പ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. എല്ലാ വർഷങ്ങളിലും നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ കഴിയുമ്പോൾ പലതരത്തിലുള്ള പരാതികളും NTA എതിരായിട്ട് വരുന്നുണ്ട്. അതായത് ആ ഒരു ട്രാൻസ്പെറൻസി അവർക്ക് കീപ്പ് ചെയ്യാൻ പലപ്പോഴും സാധിക്കാതെ വരാറുണ്ട്. അതിന് ഉദാഹരണമാണല്ലോ ഈ വർഷത്തെ എൻട്രൻസ് എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്യേണ്ടി വരുന്നത്. ഇനി എക്സാം ക്യാൻസൽ ചെയ്തത് മൂലം നമ്മൾ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ച അധ്യാപകരും ഒക്കെ തന്നെ അനുഭവിക്കുന്ന വലിയ മാനസിക പ്രയാസങ്ങളുണ്ട്. അതിനെക്കുറിച്ചിട്ടും നമുക്ക് ഒരിക്കലും ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞങ്ങൾ ഇരിഞ്ഞാലക്കുടയിൽ നേരിൽ കണ്ട ചില കാഴ്ചകളാണ്. ഈ മെയ് 3-ാം തീയതി എക്സാമിനേഷൻ നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അപ്പോൾ ഇവിടെ സെന്റർ അലോട്ട് ചെയ്തത് നമ്മൾ കേരളത്തിന്റെ വളരെ ദൂരെ നിന്നുള്ളവർക്കെല്ലാം ഇങ്ങോട്ട് സെന്റർ അലോട്ട് ചെയ്ത് കിട്ടിയപ്പോൾ ഇവരെല്ലാവരും ഇവിടെ എത്തുന്നത് കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെ ഇവരിവിടെ രാവിലെ 9 മണി 10 മണി ഒക്കെ ആകുമ്പോഴേക്കും സെന്ററുകളിൽ എത്തിച്ചേർന്നവരാണ്. ആ ഒരു ദിവസം അവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തവർ പോയത്. അവിടെ നിന്ന് ഒരു 6-7 ദിവസം കഴിയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ആ എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്, ഇനി നിങ്ങൾ വീണ്ടും ഇതേപോലെ നിങ്ങൾ ഒന്നുകൂടി ബുദ്ധിമുട്ടി എക്സാം എഴുതണം എന്ന് പറയുമ്പോൾ എത്രത്തോളം ആ കുട്ടികളിലും അതേപോലെ ആ രക്ഷിതാക്കളും ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറത്താണ്. ഇനിയിപ്പോൾ നമ്മൾ കുട്ടികളും രക്ഷിതാക്കളും എല്ലാം വളരെ ആശങ്കയോട് കൂടി ചോദിക്കുന്നത് ഇനി എന്നാണ് അടുത്ത എക്സാമിനേഷൻ വരിക എന്നുള്ളതാണ്. റീനീറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും ഡേറ്റ്? കുറച്ച് സമയമെടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമ്മൾ ഊഹിക്കുന്നത്. കാരണം ഇനി അവർക്ക് ചാടിക്കേറി അടുത്തൊരു ഡേറ്റ് അനൗൺസ് ചെയ്യൽ പ്രാക്ടിക്കലി നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതൊരു കേസും കാര്യങ്ങളുണ്ട്, സ്വാഭാവികമായിട്ടും കോടതിയിൽ എത്തുന്നുണ്ട്. ഇനി ഒരു എക്സാം നടത്തുന്നതിന് മുമ്പായി, ഒരു ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തെല്ലാം നടപടികൾ, ഇനി ഇതുപോലുള്ള ഒരു ഫോൾട്ട് സംഭവിക്കാതിരിക്കാനുള്ള എന്തെല്ലാം നടപടികൾ എടുത്തു എന്നുള്ളത് അവർക്ക് എല്ലാവരും ഈ കോടതി ഉൾപ്പെടെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് വരും. പിന്നെ അത്തരത്തിലുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും നടന്നതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ എക്സാമിനേഷൻ നടത്താൻ സാധിക്കുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ടൈം എന്തായാലും എടുത്തേക്കാം. ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് 1 മാസമോ 1.5 മാസമോ വരെ നീളാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുവരെ നമ്മളെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടാകാവുന്ന ഒരു സംഘർഷം എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. ഈ അവസരത്തിൽ മക്കളോട് പറയാനുള്ളത്, പരമാവധി നിങ്ങൾ ഒരു സംയമനം പാലിക്കുക. അതിനനുസരിച്ച് നിങ്ങളും ഒന്ന് മുന്നോട്ട് പോവുക. വേറെ നമുക്ക് മുമ്പിൽ വരുന്ന കാര്യങ്ങളെ ഒന്ന് ഫേസ് ചെയ്യുക. പിന്നെ NTAയോടായിട്ട് നമുക്കൊന്ന് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 22 മുതൽ 25 ലക്ഷം പേര് വരെയാണ് ഓരോ വർഷവും ഈ നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്നത്. അതിൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിനി എത്രത്തോളം NTAക്ക് ഭംഗിയായിട്ട് നടത്താൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ മുമ്പിലുണ്ട്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത്രയും ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുന്ന ഒരു എക്സാം ആയിട്ട് അതിൻ്റെ ഒരു ഫിൽട്രേഷൻ എക്സാം എന്ന നിലയ്ക്ക് നീറ്റിന്റെ ഒരു സ്റ്റാൻഡേർഡ് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നിരാശപ്പെടുത്തുന്ന രീതിയിലാണ് പേപ്പറിന്റെ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് കൊണ്ടുവരുന്നത്. വളരെ സിമ്പിളാണ്, കുറെ കൂടി സ്റ്റാൻഡേർഡ് കൂട്ടിക്കൊണ്ടായിരിക്കണം ഇത്തരം എക്സാമുകൾ നടക്കേണ്ടതെന്നാണ് നമ്മളൊരു വ്യക്തിപരമായുള്ള ഒരു അഭിപ്രായം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ പേപ്പറുകൾ ഒരുവിധപ്പെട്ട എല്ലാ ലോക്കൽ ലാംഗ്വേജിലോട്ടും കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതെന്തിനു വേണ്ടിയാണെന്നുള്ളതും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. നമുക്കൊരു കോമൺ ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷിൽ മാത്രമൊക്കെ ഈ പേപ്പർ വരികയാണെന്നുണ്ടെങ്കിൽ കുറേയും കൂടിയും അത് ഒരു ട്രാൻസ്പെറൻസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇനി ഇതിൽ മൂന്നാമതൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് NTAക്ക് പരിഹരിച്ച് ഇനി ഭംഗിയായിട്ട് നടത്താൻ കഴിയുമോ എന്നുള്ളതാണ്. അറിയില്ല, ക്വസ്റ്റ്യൻ മാർക്കാണ്. എങ്കിലും ഇപ്പൊ നമുക്ക് പേഴ്സണലായിട്ട് തോന്നുന്ന ഒരു കാര്യം, നമുക്ക് മുമ്പ് നടന്നിരുന്ന ഒരു സ്കീം ഉണ്ടായിരുന്നു. നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഓൾ ഇന്ത്യ കോട്ട എക്സാമിനേഷനും പിന്നെ നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ മറ്റൊരു എക്സാമിനേഷനും. ഇപ്പൊ ചിന്തിക്കുമ്പോൾ തോന്നുന്നത് അതായിരുന്നു നല്ലതെന്നാണ് തോന്നുന്നത്. അതാവുമ്പോൾ ഇത്രയ്ക്കുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, മുമ്പ് ഇത്രയൊന്നും പ്രോബ്ലംസ് കേട്ടിരുന്നില്ല. ഇനി നമുക്ക് എല്ലാവരും ഇതിൽ ഇടപെടട്ടെ. കോടതിയുണ്ട്, ഗവൺമെന്റ് ഉണ്ട്, ബന്ധപ്പെട്ട എല്ലാവരും അതിൽ ഇടപെട്ട് നല്ലൊരു ഉചിതമായിട്ടുള്ള, ഇനിയെങ്കിലും എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ നമ്മൾ ഈ വർഷം നീറ്റ് ആദ്യത്തെ എക്സാം എഴുതിയ കുട്ടികൾ വീണ്ടും എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ ഇനിയിപ്പോ വേറെ ഒന്നും ചിന്തിക്കാതിരിക്കുക. മെന്റലി, ഫിസിക്കലി, ഇമോഷണലി നിങ്ങൾ തിരിച്ചു വരിക, ഓക്കെ ആവുക. എക്സാമിനേഷനോട് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നുകൂടി തയ്യാറെടുക്കുക. വേറെ ഓപ്ഷൻസ് ഇനിയിപ്പോൾ എന്തായാലും ഇത് ക്യാൻസൽ ചെയ്താലേക്ക് നമ്മുടെ മുമ്പിൽ വേറെ ഓപ്ഷൻസ് വരുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്നും കൂടി തയ്യാറെടുക്കുക, ഭംഗിയായിട്ട് തയ്യാറെടുക്കുക.